ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും പാലിച്ച് അംഗീകരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഏറെ ഗൗരവപൂർവം ആദ്യമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ നരകത്തിൽ നിന്നും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും എന്നുള്ളത്. വിശ്വാസികളായ മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്ക് പോവേണ്ടവരല്ല എന്നും ആ നരകത്തിൻ്റെ പ്രവർത്തനങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്നും പലപ്പോഴായി നാം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നരകം ഭയാനകമാണ്. ആ നരകത്തെ സ്പർശിക്കാത്ത ചില മുഖങ്ങളുണ്ട്, ചില മനുഷ്യരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈമാനിൻ്റെ ഒരു കണിക നമ്മുടെ ഹൃദയത്തിൽ ബാക്കി വെച്ചാണ് നാം മരണപ്പെടുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്ത മറ്റു തിന്മകളെല്ലാം കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിലേക്കും നരകത്തിൻ്റെ ആളുകൾ നരകത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയും, അഖ്രിജൂ മിനന്നാരി മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഈമാനിൻ്റെ ഒരു കണിക ആരുടെയെങ്കിലും ഹൃദയത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്നും വിട പറയുമ്പോൾ, അവൻ്റെ ആയുസ് വന്നെത്തി അവൻ മരണപ്പെടുമ്പോൾ ഷിർക്കിൻ്റെ ഒരു പ്രവർത്തനമോ ഒരു വിശ്വാസമോ ഇല്ലാതെയാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ അഖ്രിജൂ മിനന്നാർ, ആ നരകത്ത് നിന്ന് അവനെ പുറത്തേക്കെടുത്തുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് നാം മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നരകത്തെ സ്പർശിക്കാത്ത മറ്റൊരു വിഭാഗം ആളുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യപരമായി കുടുംബപരമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നവരാണ്, എല്ലാ മേഖലകളിലും ഇടപഴകി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. വലിയ വലിയ വിഷമങ്ങൾ തിങ്ങി നിറഞ്ഞ ഹൃദയങ്ങളുമായി വിങ്ങിപ്പൊട്ടുന്ന വേദനിക്കുന്ന മനസ്സുകളുമായി ജീവിക്കുന്നവരായിരിക്കാം നമ്മളിലെ പല ആളുകളും. പലതും പുറത്തു പറയാൻ പറ്റാത്ത, എന്നാൽ ചിലതെല്ലാം പുറത്തു പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള പല രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ ഓർത്ത് കരയുന്ന, വിങ്ങുന്ന, നീറുന്ന ഹൃദയങ്ങളുള്ളവരാണ് നമ്മളിൽ പലരും. നമ്മളിൽ പല ആളുകളും കരയാറുണ്ട്. ആരും കാണാതെ രഹസ്യമായി പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ കരയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഒന്ന് കരയാൻ പോലും കഴിയാതെ, പൊട്ടിക്കരയാൻ പോലും കഴിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ നീറ്റലുകളുമായി ജീവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആ കരച്ചിലെല്ലാം, ആ പ്രയാസപ്പെടലെല്ലാം ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും ചില വിഷയങ്ങളിലാണ്, ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും ചില അപജയങ്ങളിലാണ്, ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും ചില നൈർമല്യങ്ങളിലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കരയേണ്ട ഒരു രംഗമുണ്ട്, ഒരു അവസരമുണ്ട്. ഏതാണ് അവസരമെന്നറിയോ? അവൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ, അവൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ഭയം കടന്നു വരുമ്പോൾ, ആ ഭയത്താൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാൽ ഓരോ മനുഷ്യൻ്റെയും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ അബ്ദിൻ മുഅ്മിൻ, ഏതൊരു മുഅ്മിനായ അടിമയാണോ യഖ്റുജു മിൻ ഐനൈഹി ദുമൂഅൻ, അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. വഇൻ കാന മിസ്ല റഅസി ദുബാബ്, ഒരീച്ചയുടെ തലയോളം ചെറിയ രൂപത്തിലാണ് അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിയുന്നത്. എങ്ങനെയാണ് പൊഴിയുന്നത്? ദുനിയാവിലെ കച്ചവടത്തിലെ നഷ്ടം ആലോചിച്ചിട്ടല്ല, കുടുംബത്തിലുള്ള പ്രശ്നം ആലോചിച്ചിട്ടല്ല, ഏതെങ്കിലും ദുനിവിയായ ഏതെങ്കിലും ചെറിയ വിഷയങ്ങൾ ആലോചിച്ചിട്ടല്ല അവൻ്റെ കണ്ണ് നിറഞ്ഞത്. നേരെ മറിച്ച് മിൻ ഖശിയത്തില്ലാ, അള്ളാഹനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കൊണ്ട്, അള്ളാഹു എന്ന ചിന്തയോടുകൂടി ആരെങ്കിലും ദുനിയാവിൽ കരഞ്ഞാൽ ثم تصيب شيئا من حر وجهه إلا حرم الله على النار, അവൻ്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് നിഷിദ്ധമാക്കി മാറ്റും, നരകത്തിന് ഹറാമാക്കി മാറ്റുമെന്ന് മഹാനായ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹനെ ഭയക്കുന്നവരായി മാറാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു എന്ന് പറയുമ്പോൾ, അള്ളാഹനെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സുകൾ ഭയപ്പെടുന്നവരായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടവരുണ്ട്. ആർക്കാണ് അള്ളാഹനെ ഭയക്കാൻ കഴിയുക? ആർക്കാണ് അള്ളാഹനെ ഓർക്കുമ്പോൾ ഒരു ഭയം, അതല്ലെങ്കിൽ മനസ്സിലൊരു ഖശിയത്ത് വരിക? പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തിർ 28-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ദീനിനെ കുറിച്ച് അറിയുന്നവർക്ക്, അല്ലാഹനെ കുറിച്ച് അറിയുന്നവർക്ക്, തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് അല്ലാഹനെ ഭയപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനൊരു ഭയം ഉണ്ടാവണം. നമുക്ക് ആ ഭയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ഇൽമ് വേണം, അള്ളാഹിനെ ഭയക്കണമെന്ന് അള്ളാഹ് ഖുർആനിലൂടെ പറയാണ്. അള്ളാഹ് പറയണം, ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ മറ്റുള്ളവരെ അല്ല പേടിക്കേണ്ടത്, നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്മാരുടെ സ്വഭാവത്തെ പരിശോധിച്ചാൽ ആ പ്രവാചകന്മാർ മുഴുവനും അള്ളാഹനെ ഭയന്ന് ജീവിച്ചവരായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, പ്രവാചകന്മാർ അവരുടെ റിസാലത്തിനെ പൂർത്തീകരിച്ചവരാണ്, അതിനെ കൃത്യമായി എത്തിച്ചവരാണ്. എന്നാൽ അവരെങ്ങനെയാണ് എത്തിച്ചത്? വയഖ്ശൗനഹു, അവർ അള്ളാഹനെ ഭയന്നുകൊണ്ട് ജീവിച്ചവരാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ അവരാരെയും തന്നെ ഭയന്നിട്ടില്ല, പേടിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഭയം സദാസമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയാണ്, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഭയന്നു കഴിഞ്ഞാൽ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിൻ്റെ പ്രതിസ്ഥാനത്തെ ഭയക്കുന്നത്, അതുപോലെ തന്നെ സ്വഇച്ഛകളെ, ദേഹേച്ഛകളെ, പൈശാചികമായി ഉണ്ടാകുന്ന ചിന്തകളെ വിരോധിച്ചുകൊണ്ട് ആരാണോ ദുനിയാവിൽ ജീവിക്കുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവൻ്റെ സങ്കേതം അത് സ്വർഗമാണ്. അള്ളാഹനെ ഭയന്ന് ദുനിയാവിൽ ജീവിച്ചാൽ നമുക്ക് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, നമ്മൾ അള്ളാഹനെ കാണുന്നുണ്ടോ? നമുക്കാർക്കെങ്കിലും അള്ളാഹനെ കാണാൻ കഴിയോ? ഇല്ല. അള്ളാഹനെ കാണാതെ തന്നെ അള്ളാഹുവിനെ ഏതൊരാളാണോ ഭയന്നു ജീവിക്കുന്നത്, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹനെ ഭയന്ന് ജീവിച്ചാൽ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹനെ കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞ വലിയ ഒരു വിശാലമായ ഒരു വലിയ ഹദീസ് നമുക്ക് കാണാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുമിച്ചിരിക്കുന്നിടത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വേഷം മാറി ഒരു മനുഷ്യരൂപത്തിൽ വന്ന് റസൂലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് ഹദീസു ജിബ്രീൽ എന്ന് നമുക്ക് കാണാം. ആർക്കും അറിയില്ല ഈ വന്ന വ്യക്തി ആരാണെന്ന്. റസൂൽ ഇരിക്കുന്നിടത്ത് വന്നിരുന്ന് റസൂലിൻ്റെ മുട്ടും ചേർത്ത് ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുട്ട് വെച്ച് ആ ഒരു വന്ന ആർക്കും അറിയാത്ത രൂപത്തിൽ ഒരു മനുഷ്യരൂപത്തിൽ വന്ന ആ ഒരു മലക്ക് പ്രവാചകന്റെ ആ ശരീരത്തിൽ തൊടയിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റസൂലിനോട് ചോദിക്കണം, അഖ്ബിർനി, എനിക്ക് പഠിപ്പിച്ചു തരണം, അൽ ഈമാൻ മനിൽ ഈമാൻ, ഈമാനെ കുറിച്ച് പറഞ്ഞു തരണം. റസൂലുള്ള പറഞ്ഞു കൊടുക്കും. അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ള പറഞ്ഞു കൊടുക്കും. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരണം. അവിടെ റസൂലുള്ള പറഞ്ഞു കൊടുക്കാണ്, അൻ തഅബുദുല്ലാഹ്, നീ അല്ലാഹനെ ആരാധിക്കലാണ്. എങ്ങനെയാണ് അല്ലാഹനെ ആരാധിക്കേണ്ടത്? നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹനെ ആരാധിക്കണം. അൻ തഅബുദല്ലാഹ കഅന്നക തറാ. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ ഒരു പക്ഷെ അല്ലാഹനെ കാണില്ല, പക്ഷേ നീ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളന്റെ മുമ്പിലുണ്ട്, അള്ളതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ നീ ഇബാദത്ത് ചെയ്യണം, നീ അള്ളാഹനെ ആരാധിക്കണം. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. റസൂലുള്ള പറഞ്ഞു കൊടുക്കാണ്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ റബ്ബ് സദാസമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഈമാനോട് കൂടിയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അലം യഅലം ബി അന്നല്ലാഹ യറാ, ഏ മനുഷ്യരെ, ഞാൻ കാണുന്നുണ്ട് എന്ന് നിനക്കറിയില്ലേ? നമ്മൾ പലതും ചെയ്യുന്നത് കൂട്ടുന്നുണ്ട്, ആരും കാണാതെ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്, ആരും അറിയാതെ പല തിന്മകളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആനിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹ് കാണുന്നുണ്ടെന്ന ബോധം മനുഷ്യ നിനക്കില്ല എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഭയം എന്താ? എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, എനിക്കൊരു തിന്മ ചെയ്യണം. റസൂൽ പറഞ്ഞു, ചെയ്തോ, പക്ഷെ ഒരൊറ്റ കണ്ടീഷനുള്ളൂ. എന്താണ് കണ്ടീഷൻ? ആരും കാണാത്തൊരിടത്ത് പോയി നീ ചെയ്യണം. അങ്ങനെ ആ ഒരു സഹോദരൻ പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, മലയിടക്കിലേക്ക് പോയി, ആരും കാണാത്ത ഗുഹയുടെ ഉള്ളിലേക്ക് പോയി, വലിയ വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി, പക്ഷെ റസൂലേ, അവിടെയെല്ലാം എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് റസൂലേ എന്ന് ആ ഒരു മനുഷ്യൻ റസൂലിനോട് പറയുന്നത് കാണാൻ സാധിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചത്, അലം യഅലം ബി അന്നല്ലാഹ യറാ, മനുഷ്യ, ഞാൻ കാണുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട് എന്ന ബോധം നിനക്കില്ലേ, എന്ന ചിന്ത നിനക്കില്ലേ എന്ന് ഓരോ മേഖലയിലും നമ്മളോട് നമ്മുടെ റബ്ബ് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും പലതും മറക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും പലതും മറക്കാൻ കഴിയും. അല്ലേ? നമ്മൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്, പല രംഗങ്ങളിലും ആരും കാണാതെ പലതും ചെയ്യുന്നുണ്ട്. കച്ചവട രംഗത്ത് ആളുകളെ പറ്റിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ പല തിന്മകളും അല്ലെങ്കിൽ പല രഹസ്യങ്ങളും ജനങ്ങൾ കാണാതെ ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാഹ് പറയാണ്, വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും ഒന്നും മറക്കാൻ നിന്നെ കൊണ്ട് കഴിയൂലട്ടോ. പരിശുദ്ധ ഖുർആൻ പറയാണ്. ഈ ഭയം നമ്മുടെ മനസ്സിൽ വേണ്ടേ പ്രിയപ്പെട്ടവർ? ഒരു തിന്മ ചെയ്യാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് ഒരു ഹറാമിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുമ്പോൾ, കച്ചവട രംഗത്ത് ലാഭമുണ്ടാകാൻ പലിശ വാങ്ങാൻ ബാങ്കിലേക്ക് പോകുമ്പോൾ, കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അലം യഅലം ബി അന്നല്ലാഹ യറാ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തെ അലട്ടേണ്ടതില്ലയോ?
അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതുപോലെ ഐനാനി ലാ തമസ്സഹുമന്നാർ, 2 കണ്ണുകൾ നരകത്തെ സ്പർശിക്കുകയില്ല. 2 കണ്ണുകൾ നരകത്തെ സ്പർശിക്കുകയില്ല. അതിലൊന്നാമത്തെ കണ്ണ് ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ല, അല്ലാഹനെ കുറിച്ച് ഭയപ്പാടോടുകൂടി കരയുന്ന കണ്ണുകൾ. റബ്ബിന്റെ മുമ്പിലേക്ക് കേണപേക്ഷിച്ചുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ നരകത്തെ സ്പർശിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായിപ്പോയി. ഇതൊരു യാഥാർത്ഥ്യം. അള്ളയുണ്ട്, അള്ള കാണുന്നുണ്ട്, അള്ള നോക്കുന്നുണ്ട്, അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന ചിന്ത ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്നും ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് എന്ത് തിന്മെടുത്ത് പരിശോധിച്ചാലും അതിൽ 1-ാം സ്ഥാനം പിടിക്കുന്നത് മുസ്ലിം പേരുകളാണ്. പത്രങ്ങളെടുത്ത് മറിച്ചു നോക്കൂ, ഒരു പീഡനമുണ്ടായാൽ, ഒരു കഞ്ചാവ് കേസുണ്ടായാൽ, ഒരു മോഷണമുണ്ടായാൽ, ഏത് തിന്മെടുത്താലും അതിൽ 1-ാമതായി സ്ഥാനം പിടിക്കുന്നത് മുസ്ലിം പേരുകളാണ്. എന്തവസ്ഥയാണ്? നമ്മളതിൽ പെടാൻ പാടില്ല. നമ്മൾ ആ ഒരു ഗതികെട്ട ഹതഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അതിനാണ് ഇത്ര ഗൗരവത്തിൽ ഒരു വിഷയം സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റബ്ബിനെ ഭയക്കണം. നമുക്ക് പലതും ദുനിയാവിൽ പേടിയുണ്ട്. പോലീസിനെ പേടിക്കാറില്ലേ? നിയമങ്ങളെ ഭയക്കാറില്ലേ? പല ആളുകളെ ഉപ്പാനെ ഭയക്കുന്ന, ഉമ്മാനെ ഭയക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? പലതിനെയും ഭയക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്നാൽ അള്ളാഹനെ നമുക്ക് എന്താ ഭയമല്ലാത്ത? അള്ളാഹിനെ കുറിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കെന്താ ചിന്ത വരാത്ത? എൻ്റെ റബ്ബുണ്ട്, ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതെൻ്റെ റബ്ബ് കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് എന്നൊരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിലില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അലം യഅനിൽ ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് സമയമായിട്ടില്ല. എപ്പോഴാണ് ഇനി നമുക്ക് സമയമാവുക? നമുക്കെന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറുടെ അടുക്ക് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസറാണ്, ഇനി ഏറിപ്പോയ 2 മാസം അല്ലെങ്കിൽ 5 മാസം ജീവിക്കുള്ളൂ എന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കി ഡോക്ടർ വിധി എഴുതിയാൽ അന്ന് നമ്മൾ നമ്മുടെ റബ്ബിനെ ഭയക്കും. നമുക്കെന്തെങ്കിലും ആക്സിഡന്റ് പറ്റി നമ്മളൊന്ന് കിടപ്പിലായാൽ അന്ന് നമ്മൾ നമ്മുടെ റബ്ബിനെ ഭയക്കും എന്ന പരിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ ഓർത്തിട്ട് നിങ്ങളുടെ ഹൃദയം ഭയപ്പെടാൻ ഇനി നിങ്ങൾക്ക് സമയമായില്ല മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, വമാ നസല മിനൽ ഹഖ്, അതുപോലെ തന്നെ അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിലേക്ക് കീഴൊതുങ്ങാൻ നിങ്ങൾക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ചില വേദക്കാരുണ്ട്, ജൂത ക്രൈസ്തവരായ ആളുകളുണ്ട്, അവരെ പോലെ നിങ്ങൾ ആവരുത്. കാരണം എന്താ? ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അല്ലാഹനെ കുറിച്ചുള്ള ദൈവസ്മരണയില്ലാതെ ഉറച്ചുപോയ ഹൃദയങ്ങളാണ്. ഫഖസത് ഖുലൂബുഹും, ഉറച്ച ഹൃദയങ്ങളായി ജീവിക്കുന്നവരാണ്. അതുപോലെ വിശ്വാസികളെ നിങ്ങൾ ആവരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹനെ ഭയക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഏത് മേഖലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഏതേത് സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും, അത് കുടുംബമാവട്ടെ, ഇനി നമ്മുടെ ബിസിനസ്സിൻ്റെ രംഗങ്ങളിലാവട്ടെ, നമ്മുടെ വ്യക്തിപരമായ രഹസ്യമായ രംഗങ്ങളിലാവട്ടെ, ആരോടാവട്ടെ, എന്താവട്ടെ, അല്ലാഹനെ ഭയക്കാൻ, എൻ്റെ അല്ലാഹ് കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, ആ ആലോചനയിലൂടെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിഞ്ഞാൽ, റസൂലുള്ള പറയാണ്, ഹറമഹുല്ലാഹു അലന്നാർ, അവന് നരകം സ്പർശിക്കൂല, അവന് നരകം നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുപോലെ തന്നെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് പറയുന്നത്? സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, സലാസുൻ മൻ കുന്ന ഫീഹി ഹുജ്ജിമ അലന്നാരി വഹുജ്ജിമത്തിൻ നാറു അലൈഹി,
3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് നരകം നിഷിദ്ധാണ്. നരകത്തിന് നിങ്ങളെയും നിഷിദ്ധാണ്. 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. അതിലൊന്നാമത്തേത് എന്താണ്? ഈമാനും ബില്ല, അള്ളാഹുവിലുള്ള വിശ്വാസം. നമ്മളത് സൂചിപ്പിച്ചു. ഈമാനിൻ്റെ ഒരു കടുകുമണി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നരകം നമുക്ക് നിഷിദ്ധമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നരകം സ്പർശിക്കാതെ നമുക്ക് രക്ഷപ്പെടാം. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി പറയാണ് വഹബ്ബുല്ലാ, അള്ളാഹിനോടുള്ള സ്നേഹം നമുക്കുണ്ടാവണം. മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയണം. നമുക്ക് ദുനിയാവിൽ പല ആളുകളോട് ഇഷ്ടമുണ്ട്. ഭാര്യമാരെ സ്നേഹിക്കുന്നവരുണ്ട്, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, പലരെയും സ്നേഹിക്കുന്നവരുണ്ട്. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാളോടൊരു അടുപ്പുണ്ടാവും, അയാളോട് ഒരു പ്രത്യേക കെയറിങ് ഉണ്ടാവും. ആ ഒരു മനുഷ്യനോട് ആ മനുഷ്യൻ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കും. ആ ഒരാളെ വെറുപ്പിക്കൂല. അപ്പോൾ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭർത്താവ് ഭാര്യ പറയുന്നത് കേൾക്കും. ആ ഭർത്താവ് ഭാര്യയോട് വല്ലാത്ത സ്നേഹവും ഉള്ളവനായിരിക്കും. ആ ഭർത്താവ് ഭാര്യയെ വേദനിപ്പിക്കുകയോ ഭാര്യയെ വെറുപ്പിക്കുകയോ ചെയ്യുകയില്ല. അതേപോലെയല്ല, അതിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടതാണ് അള്ളാഹുവിനെ. അങ്ങനെ നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ് ഹുദ്ദിമ അലന്നാർ, അവൻ്റെ മേൽ നരകം നിഷിദ്ധമാക്കപ്പെടും. നരകാണ് നിഷിദ്ധമാവണം എന്ന് പറഞ്ഞാൽ നരകത്ത് പ്രവേശിക്കൂല. അവന് സ്വർഗ്ഗാണ് അവന് നിത്യഗ്രഹമായി അവന് ലഭിക്കുക എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇനി അള്ളാഹ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാലോ? നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ് ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, അള്ളാഹിനെ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹ് അവനെയും ഇഷ്ടപ്പെടും. എന്നിട്ടോ പറയാണ് ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ അള്ളാഹ് മാത്രമല്ല ഇഷ്ടപ്പെടുക, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹ് വിളിക്കും. എന്നിട്ട് പറയും ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നാദ ജിബ്രീലിനെ അള്ളാഹ് വിളിക്കും. എന്നിട്ട് പറയും ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഇതാ ഞാൻ ഇന്ന വ്യക്തിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീയും ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ് സമാ, ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തുള്ള മുഴുവൻ മലായികത്തുകളെയും വിളിക്കും. എന്നിട്ട് പറയും ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്, ഇതാ അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശത്തുള്ള മുഴുവൻ ആളുകളും ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടും. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ആകാശത്തുള്ള മുഴുവൻ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടും. തീർന്നില്ല, സുമ്മ യുളഉ ലഹുൽ ഖുബൂലു ഫി അഹ്ലിൽ അർദ്, അവന് ദുനിയാവിൽ ഒരു പ്രത്യേക റെസ്പെക്റ്റ് റബ്ബ് നൽകും, ഒരു പ്രത്യേക സ്വീകാര്യത എല്ലാ മേഖലയിലും അള്ളാഹ് നൽകും. അള്ളാഹിൻ്റെ ഇഷ്ടം കരഗതമാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മതി. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹിനോടുള്ള ഇബാദത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ മതി, അള്ളാഹിനോട് കൂടുതലായി നമ്മൾ അടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും. ഇനി മൂന്നാമതായി നരകം നിഷിദ്ധമാവാൻ ആ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ് വഅയ്യുൽഖാ ഫിന്നാരി ഫയുഹറക അഹബ്ബു ഇലൈഹി മിൻ അയ്യർജിഅ ഫിൽ കുഫർ, നരകത്തിൽ അഗ്നിയിലിട്ടാലും എന്നെ തീയിലിട്ടാലും വേണ്ടില്ല, നിഷേധത്തിലേക്ക് ഞാൻ പോകില്ല എന്നൊരു തീരുമാനം എടുക്കുക. അള്ളാഹും റസൂലും കൊണ്ടുവന്ന ഒന്നിനെയും എന്നെ ഇനി എല്ലാവരും പിടിച്ചൊരു തീയിലിട്ടാലും വേണ്ടില്ല, എന്നെല്ലാവരും ശിക്ഷിച്ചാലും വേണ്ടില്ല, എന്നെ എത്ര ക്രൂരമായി മർദ്ദിച്ചാലും വേണ്ടില്ല, അള്ളയും റസൂലും പറഞ്ഞതിനപ്പുറം ഞാൻ ചെയ്യൂല. അവരെ നിഷേധിച്ചുകൊണ്ടുള്ള കുഫറിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യവും ഒരു ദിവസമോ ഒരു സെക്കൻഡോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ആ നരകം നിഷിദ്ധമാണ്. തീരുമാനം എടുത്താൽ പോരാ, അതനുസരിച്ച് ജീവിക്കണം. എങ്കിൽ നിങ്ങൾക്കും ആ നരകം നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യവും നരകത്തുനിന്ന് രക്ഷപ്പെടലാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കലാണ്.
ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകം നിഷിദ്ധമാവാൻ, നരകം സ്പർശിക്കാതിരിക്കാൻ ഉള്ള ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതേപോലെ സ്വർഗം നിഷിദ്ധമായ ചില ആളുകളുണ്ട്. നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വിഷയമാണത്. നരകം നിഷിദ്ധമായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാൽ സ്വർഗത്ത് പ്രവേശിക്കാം. എന്നാൽ സ്വർഗം നിഷിദ്ധമായ ചില ആളുകളുണ്ട്. അല്ലാഹ് അതിൽ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അത്തരം ആളുകളിൽ അല്ലാഹ് നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. സ്വർഗം നിഷിദ്ധം, അവൻ സ്വർഗത്ത് പ്രവേശിക്കുന്നില്ല. അത്തരം ആളുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം, പഠിക്കണം നമ്മൾ. കാരണം നമ്മുടെ വിജയം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ അവസാനം എല്ലാം ആ പറയുന്ന സ്വർഗവും നരകത്തിലൂടെ തീരുമാനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകമെന്ന ഭയാനകമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വർത്തമാനകാല ഇന്ത്യയിൽ ഫാസിസം അതിൻ്റെ ഏറ്റവും മലീനസമായ സ്വഭാവ വൈകൃതങ്ങൾ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പുതിയ ലേബലിൽ ഒരു കാലത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്ന, അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളോടുകൂടി സമൂഹം ഒന്നടങ്കം തെരുവിലിറങ്ങിയിരുന്ന NRCയെ പോലെ CAA പോലെയുള്ള ഫാഷിസ്റ്റ് നടപടികൾ നടപ്പിലാക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊള്ളൂ, പക്ഷേ നിങ്ങൾക്കിവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമോ പൗരത്വമോ ലഭിക്കുകയില്ല എന്ന് വിളിച്ചോതിക്കൊണ്ടുള്ളൊരു പ്രഖ്യാപനമാണ് SIRയിലൂടെ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്, ഈ SIR എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ അതിൻ്റെ ഫോമുകൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അതിനെ ഒരു നെവർ മൈൻഡായി കാണുന്ന, അല്ലെങ്കിൽ അത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടായേക്കാം. ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയുള്ള വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടുമാറ്റപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് കാണാം. അവർക്ക് വോട്ടവകാശമേ ഇല്ല. പിന്നീട് അത് കടന്നു വരുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ, അവർ ഈ രാജ്യത്തിലുള്ളവരല്ല, അവർക്ക് ഈ രാജ്യത്ത് പൗരത്വമില്ല, അവർ രാജ്യം വിട്ടു പോകണം എന്ന രൂപത്തിലാണ്. നമ്മൾ ചോദിക്കും, അതൊക്കെ സംഭവിക്കുമോ? സംഭവിക്കാം. അതിൻ്റെ ഭാഗമെന്നോണമാണ് ഈ SIR എന്ന് പറയുന്ന ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് എത്തിക്കുക, വോട്ടർ പട്ടിക ലിസ്റ്റ് ഇടുക എന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 2002 ആരാണോ നമ്മളിൽ വോട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരാണ് എന്ന് നോക്കുകയാണ്. ഇനിയൊരു പക്ഷെ കുറച്ചും കൂടിയും കഴിഞ്ഞാൽ 2002 കഴിഞ്ഞ് 1990കളിൽ ആരാണുള്ളത് എന്ന ചോദ്യം വരും. നമ്മുടെ താരത്തിൽ അതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളുണ്ടോ? നമ്മുടെ ഉമ്മാൻ്റെയോ ഉപ്പാൻ്റെയോ വാപ്പമാരുടെയോ വല്യപ്പമാരുടെ എന്തെങ്കിലും രേഖകൾ നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ടാവില്ല. അതിൻ്റെ പ്രയാസങ്ങൾ ഇന്ന് പലരും അനുഭവിക്കുന്ന കാലാണ്. സ്വന്തം ഉപ്പയും ഉമ്മയുടെയും ഒരു രേഖയുമില്ല. 2002 ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഒരു സംവിധാനവുമില്ലാതെ നെട്ടോട്ടമോടുന്ന പലരെയും കാണാൻ. വളരെ ഗൗരവത്തോടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഭാവിയിൽ നിങ്ങളുടെ മക്കൾ പ്രയാസപ്പെടാതിരിക്കാൻ നിങ്ങളുടെ മുഴുവൻ ഈ പറയുന്ന രേഖകളും സൂക്ഷിച്ചു വെക്കുകയും അത് നിങ്ങളുടെ മക്കൾക്ക് കൈമാറുകയും ചെയ്യണം. അതുപോലെ തന്നെ പല തിരക്കുകളാണ്, ജോലി തിരക്കാണ്, ഇതൊന്നും പൂരിപ്പിക്കാൻ സമയം കിട്ടിയിട്ടില്ല
ഇതെങ്ങനെ പൂരിപ്പിക്കേണ്ടെന്ന് അറിയില്ല, ഇത് ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഈ SIR ഫോം മാറ്റിവെക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എന്തൊക്കെ തിരക്കുകളുണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്തൊക്കെ ജോലി തിരക്കുകളുണ്ടെങ്കിലും, ഈ ഒരു ഡിസംബർ 8-നോ 9-നോ പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് വരാനുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ നടപടികൾ, ഈ ഫോം ഫില്ല് ചെയ്യാൻ ഇന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതത്രയും ഗൗരവമാണ്. അത്രയും ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ നാളെ ഒരു വേള കേരളത്തിലെ ഇത്ര ആളുകൾക്ക്, കേരളത്തിലെ ഇത്ര കുടുംബങ്ങൾക്ക്, ഇന്ന മനുഷ്യർക്ക് വോട്ടവകാശമില്ല എന്ന പ്രഖ്യാപനം വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അതിന് കഴിയുന്ന പല ഹെൽപ്പ് ഡെസ്കുകളും പല നാടുകളിലുണ്ട്, പല പഞ്ചായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടേക്കെല്ലാം ചെന്ന് ഇതൊന്ന് പൂരിപ്പിച്ച് തരാൻ, ഇതിൻ്റെ രേഖകളൊന്ന് കൃത്യമായി എഴുതി അത് കയ്യിൽ വെക്കാൻ, അത് ചോദിച്ചു വരുന്ന, അത് കളക്ട് ചെയ്യാൻ വരുന്ന BLOമാർക്ക് അത് കൊടുത്ത് ഈ ഒരു SIR എന്ന് പറയുന്ന ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിയ നടപടി, ആ നടപടിയിൽ നമ്മളുടെ ഭാഗം ക്ലിയറാക്കാൻ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. ഒരിക്കലും ഇതിനെ നിസാരവൽക്കരിക്കേണ്ടതില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ ഇതെന്താന്ന് പോലും അറിയാതെ, അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ, നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കി, അവർക്കൊരു പക്ഷേ ഇതെന്താന്ന് പോലും അറിയുണ്ടാവില്ല. പക്ഷെ അവരറിയാതെ അവരുടെ നാടുകളിൽ വോട്ടർ പട്ടികയിൽ നിന്നും അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിപരമായി പലരോടും ഇതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതെന്താന്ന് പോലും അറിയില്ല, അങ്ങനെയൊന്നും അവരുടെ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ അനുഭവം കൊണ്ട് പറയാണ്, വെറുതെ പറയുന്നതല്ല. നാളെ ഒരു പക്ഷെ നമ്മളും ഇതേ ഒരു ഗതികേടിലേക്ക് മാറാതിരിക്കാനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ, വോട്ട് രേഖപ്പെടുത്തുന്ന പ്രായത്തുള്ള കുട്ടികൾ മുതൽ എല്ലാ